RCCയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത്. ക്യാൻസർ ചികിത്സാ രംഗത്ത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയ ഒരു സ്ഥാപനമാണ് റീജിയണൽ ക്യാൻസർ സെൻറ്റർ. ഈ അവസരത്തിൽ ഡോക്ടർ എം കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ ഘട്ടത്തിലും RCCയെ സുശക്തമായി, സുഭദ്രമായി, അതുപോലെ ശാസ്ത്രീയമായി മുന്നോട്ട് നയിച്ച ഓരോരുത്തരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. കൃഷ്ണനായർ സാറിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ക്യാൻസർ എന്നുള്ളത് ഒരു രോഗം മാത്രമല്ല, അത് മാനസികവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു അത്യാഹിതം കൂടിയാണ് എന്നുള്ളതാണ് കൃഷ്ണനായർ സർ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഒരു വർഷം കേരളത്തിൽ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്യാൻസർ കേസുകളുടെ എണ്ണം ഏതാണ്ട് 70,000-ന് മുകളിലാണ്. 70,000 ± 70,000 എന്നുള്ള നിലയിൽ ഈ സമീപ വർഷങ്ങളിൽ അത് എപ്പോഴും +70,000 എന്നുള്ളത് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ നമ്മൾ 10 കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ലക്ഷ്യം വച്ചു. ആ 10 കാര്യങ്ങളിൽ ഒന്ന് ക്യാൻസർ രോഗ പ്രതിരോധമാണ്. ജീവിതശൈലി രോഗപ്രതിരോധം, ക്യാൻസർ രോഗപ്രതിരോധം, ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് റിസർച്ച്. അതോടൊപ്പം നമ്മൾ തുടർന്നു വന്ന കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ആരംഭിച്ച ജനസൗഹൃദവും രോഗീ സൗഹൃദവുമാക്കി നമ്മുടെ ആശുപത്രികളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്, താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുന്നത്, ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ ഘട്ടത്തിൽ 2023 നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെ ആരംഭിച്ചിരുന്നു. അപ്പോൾ ആർദ്രം മിഷൻ്റെ ഭാഗമായി ഈ ഘട്ടത്തിൽ ക്യാൻസർ പ്രതിരോധ പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ സംസ്ഥാനത്ത് ക്യാൻസർ രോഗം കണ്ടുപിടിക്കുന്നത് പലപ്പോഴും 3ാമത്തെയോ 4ാമത്തെയോ സ്റ്റേജിലാണ് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വിദ്യാസമ്പന്നതയുള്ള, ഇത്രയും ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇത്രയും വൈകി ക്യാൻസർ രോഗം കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും അതിലൊരു പ്രധാന കാരണം ഭയമാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട്. ഇതാണ് എന്നറിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു 2025 ഒരു ആർദ്രത്തിൻ്റെ ഭാഗമായി ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. ലക്ഷ്യം ഇതാണ്. ആദ്യം തന്നെ കണ്ടുപിടിക്കുക, രോഗം ചികിത്സിക്കുക, ക്യാൻസർ രോഗത്തിൽ നിന്ന് മുക്തരാകുക, ഗുണനിലവാരമുള്ള ജീവിതം ഉറപ്പാക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി ആശയവിനിമയം നടത്തുമ്പോൾ പറയും, ഇനി എങ്ങാണമാണെന്ന് അറിഞ്ഞാലോ. അപ്പോൾ ഇതിൽ വലിയൊരു ഇടപെടൽ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ പരിശ്രമങ്ങൾ നമ്മളിപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ സ്ക്രീനിങ്, പ്രിലിമിനറി സ്ക്രീനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. NCD ക്ലിനിക്കുകളുള്ള ദിവസം തന്നെ ചൊവ്വായും വ്യാഴാഴ്ചയും, അല്ലെങ്കിൽ ചില ഇടത്ത് ചൊവ്വായും ശനിയും അവിടെ ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നതിന് സാധിക്കും. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ അതിന് ട്രെയിൻ ചെയ്തു. അതുപോലെ ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു, ക്യാൻസർ സ്യൂട്ട് രൂപീകരിച്ചു. 14 ജില്ലകളിലും ജില്ലാ പഞ്ചായത്തുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്യാൻസർ പ്രതിരോധ പരിപാടി നമ്മൾ ആരംഭിച്ചു. ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ 2025 ഫെബ്രുവരി 4 തുടങ്ങി 26 വരെ ഫെബ്രുവരിയിലുള്ള കണക്കെടുക്കുമ്പോൾ സംസ്ഥാനത്ത് 22 ലക്ഷം ആളുകൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്ക്രീനിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ക്യാൻസറിൻ്റെ 2ാമത്തെ ഭാഗം ക്യാൻസർ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്യാൻസർ ചികിത്സയിൽ RCC
MCC ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ലക്ഷ്യമായിട്ട് ഏറ്റെടുത്തു. 242 കോടി രൂപ ഉപയോഗിച്ചാണ് 14 നിലകളുള്ള ഈ കെട്ടിടം നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. 500 കിടക്കകളുള്ള RCC കിടക്കകളുടെ എണ്ണം 1000-നടുത്ത് ഇരട്ടിയാക്കി ഉയർത്തുന്നതിന് ഈ പുതിയ കെട്ടിടം സാധ്യമായതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ ഉള്ള അല്ലെങ്കിൽ ഇവിടെ സാധ്യമായിട്ടുള്ള പുതിയ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ച് 1-2 മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്താണ് RCCയുടെ നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള മെച്ചം, അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണനായർ സാറിൻ്റെ വാക്കുകൾ കൂടി കോട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ റോബോട്ടിക് സർജറി നമ്മളിവിടെ ആരംഭിച്ചു. 30 കോടി രൂപ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിലൂടെ അനുവദിച്ചുകൊണ്ട് മന്ത്രിസഭ അനുവദിച്ചാണ് നമ്മൾ RCCയിൽ നമ്മുടെ കേരളത്തിൽ സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറി സാധ്യമാക്കിയ സ്ഥാപനമാണ് RCC. 280ഓളം ശസ്ത്രക്രിയകൾ നമുക്ക് ഇതുവരെ ഇവിടെ ചെയ്യാനായിട്ട് കഴിഞ്ഞു. പീഡിയാട്രിക് സർജറി ഉൾപ്പെടെയുള്ളവ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വകാര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് 8 ലക്ഷത്തിലോ അല്ലെങ്കിൽ അതിലപ്പുറത്തോ ഒക്കെ ആകുന്ന റോബോട്ടിക് സർജറി ഇതുവരെ സൗജന്യമായിട്ടാണ് RCCയിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. അത് RCC ടീമിൻ്റെ ഒരു മികവ് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഹൈപക് തെറാപ്പി 5 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിലാകുന്നത് പേ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ സ്കീമുകളിൽ സൗജന്യമായി നൽകുന്നവർക്ക് സൗജന്യമായി തന്നെ നൽകുന്നുണ്ട്. അതല്ലാതെ പേയിങ് പേഷ്യൻസിന് ഇവിടെ ഏതാണ്ട് 16,000 അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് അടുത്ത് നമ്മൾ ആ ചികിത്സ നൽകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ബ്രാക്കി തെറാപ്പി ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ആവശ്യമായി വരുന്നത് ഇവിടെ ഫ്രീ ആയിട്ട് സ്കീമിൽ ഉൾപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുന്നു. അല്ലാത്തവർക്ക് 12,000 ആ നിലയിൽ 15,000 ആ നിലയിൽ അല്ല 30,000-നടുത്തോ അത് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് പേയിങ് പേഷ്യൻസ്. അപ്പം ഇതാണ് ഇതിൻ്റെ സാമ്പത്തികമായി നമ്മുടെ ആളുകൾക്കുണ്ടാകുന്ന പ്രയോജനം. ക്യാൻസർ രോഗത്തിൻ്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകില്ല നമ്മുടെ കേരളത്തിൽ. RCCയിലും MCCയിലും ഇപ്പോൾ തൊട്ടടുത്ത് CCRC കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 300 കോടി രൂപ ഉപയോഗിച്ചാണ് കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിൻ്റെ കെട്ടിടവും എല്ലാ എക്യുപ്മെൻസും അവിടെ സാധ്യമാക്കിയത്. RCCയും MCCയിൽ ഈ ഘട്ടത്തിൽ 280ഓളം പുതിയ കൂടുതൽ കിടക്കകൾ ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ 480-ൽ നിന്ന് 2016-ൽ തുടങ്ങി ഇന്ന് 2080 കിടക്കകൾ ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രം, അതായത് സർജറിയൊക്കെ കഴിഞ്ഞു ഉള്ള പേഷ്യൻസ് അതൊന്നും ഇതിനകത്ത് നമ്മൾ കണക്കാക്കുന്നില്ല. ആ നിലയിലേക്ക് IP സ്ട്രെങ്ത് ഉയർത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു. ട്രൈബൽ മേഖലയിൽ നല്ലൂർനാട് ഉൾപ്പെടെയുള്ള ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ ആശ്രയിക്കുന്ന ഇടങ്ങളിൽ അവിടെ മെച്ചപ്പെട്ട ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഹൈ എൻഡ് മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് ഡയഗ്നോസിസ് ഉൾപ്പെടെ സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ, അതായത് KMCL വാങ്ങിക്കുന്ന അതേ നിലയിൽ തന്നെ വിലയിൽ തന്നെ ക്യാൻസർ മരുന്നുകൾ നമ്മുടെ ആളുകൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്തു. സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകൾ, കാരുണ്യ സ്പർശം കൗണ്ടറുകൾ 72 കൗണ്ടറുകൾ നമ്മൾ സംസ്ഥാനത്ത് തുടങ്ങി. ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞു ഇത് നമ്മളെ ആക്രമിക്കും, ഇതിന് പിന്നിൽ വലിയ സംഘങ്ങളുണ്ട്, ഇനി ഇതല്ല വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈ 72 ആദ്യം നമ്മൾ 14 കാരുണ്യ സ്പർശം കൗണ്ടറുകളാണ് തുടങ്ങിയത്. ഇപ്പോൾ തൊട്ടടുത്ത് അത് 72 കൗണ്ടറുകളാക്കി കൂട്ടാനായിട്ട് നമുക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം RCCയുടെ മാത്രം ഉദാഹരണത്തിൽ RCCയിലെ 3 ചികിത്സ മാത്രം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത്.